അപ്പം പവർ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്കിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞു. ഇത് അപരൻ എന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു ഇന്ന് നടന്നത്. 3 ഘട്ടമായിട്ടാണ് ആ ടാസ്ക് നടന്നത്. അതിൽ ആദ്യത്തെ വിജയി എന്ന് പറയുന്നത് നമ്മുടെ ഫിജോയുടെ ടീം വിജയിച്ചു. രണ്ടാമത്തെ നമ്മുടെ ഡെൻ ടീം, ജിൻഡോ ജാസ്മിൻ അടങ്ങുന്ന ടീം, അതിൽ ജാസ്മിൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജാസ്മിനാണ് ജയിച്ചത്. മൂന്നാമത്തെ നമ്മുടെ സനൽ ടീമും വിജയിച്ചു. അങ്ങനെ എല്ലാവരും ഓരോ വിജയം നേടി തുല്യത പാലിച്ചു. അപ്പം ബെസ്റ്റ് ഓഫ് 3 ആയിരുന്നു ഈ മത്സരത്തെ വിജയിയെ നിശ്ചയിക്കേണ്ടത്. പക്ഷേ ഓരോ മത്സരം ജയിച്ച് 3 പേരും തുല്യരായതുകൊണ്ട് ഇന്നലത്തെ മത്സര വിജയിയായ ഡെൻ ടീമിനെ പവർ ടീമുമായിട്ട് മത്സരിക്കാനുള്ള ആ ടീമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ജിൻഡോ, ജാസ്മിൻ, അൻഷിബ അടങ്ങുന്ന ടീമാണ് ഇന്നത്തെ വിജയ്. നാളെ പവർ ടീമുമായിട്ട് അവർ ഏറ്റുമുട്ടും. ഇപ്പോഴത്തെ പവർ ടീമിനെ തോൽപ്പിക്കുകയാണെങ്കിൽ വീണ്ടും ജിൻഡോ പവർ ടീമിലേക്ക് എത്തുന്നു. കൂടെ ജാസ്മിനും അൻഷിബയും എത്തും. അപ്പം നാളത്തെ വിജയ് ആരാണെന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നേ പറ്റൂ. പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ പവർ ടീം എന്ന് പറയുന്നത് ഇന്നും കൂടെ നാളെയും കൂടെ വിജയിക്കുകയാണെങ്കിൽ 3ാമത്തെ തവണയും വിജയിച്ച് പവർ ടീം ആയി മാറും നമ്മുടെ മുടിയൻ്റെ ടീം. പക്ഷേ ജിൻഡോയും ജാസ്മിനുമാണ് വിജയിക്കുന്നതെങ്കിൽ ജിൻഡോ ഒരിക്കൽ കൂടി പവർ ടീമിലെത്തുന്നു എന്നോ ജിൻഡോ ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ് ഒരിക്കൽ കൂടി പവർ ടീമിലെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ജിൻഡോയുടെ ആഗ്രഹം സാധിക്കുമോ? കൂടെ ജാസ്മിൻ്റെയും, അതോ ഗബ്രിയും മുടിയനുമൊക്കെ വീണ്ടും പവർ ടീം നിലനിർത്തുമോ എന്നറിയാൻ വേണ്ടി നാളെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. നാളെ എന്നാലും അടിപൊളി ഗെയിമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഒരു വശത്ത് ജാസ്മിനും ജിൻഡോയും, മറുവശത്ത് ഗബ്രിയും ഋഷിയും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ടീം. ഏതായാലും എല്ലാം കാത്തിരുന്ന് കാണാം.